ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ ഇതാ എല്ലാവരും തിരിച്ച് സ്കൂളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. പുതിയ സ്കൂളാണ്, അതേപോലെ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോവാണ് ഈ ഒരു അക്കാഡമിക് ഇയർ അല്ലേ. ഇപ്പോൾ കുറേ ഫ്രണ്ട്സും അതേപോലെ പുതിയ കുറേ സബ്ജക്റ്റുകളും അങ്ങനെ കുറേ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഇതാ മെല്ലെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് തിത്തിരിക്കിളിയും കൂട്ടുകാരും. തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചാപ്റ്ററാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെ ഇങ്ങനെ കൗണ്ടൊക്കെ ചെയ്യാൻ നമുക്ക് എണ്ണാൻ വേണ്ടി പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ നമുക്ക് നോക്കിയാലോ, നമ്മുടെ ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം. ദാ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണം വീതമാണ് എന്ന് എഴുതി വെക്കാനായിരിക്കും നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മുടെ നീല കളറുള്ള ഫ്ലവേഴ്സ് ഇല്ലേ, നീല കളറിലുള്ള പൂക്കളില്ലേ, ഈ പൂക്കൾ എത്ര എണ്ണമാണുള്ളത് എന്നാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എണ്ണി നോക്കാല്ലേ. ഇത് 1, ഇത് 2, 3 ആൻഡ് 4, 4 എണ്ണമാണുള്ളത്. സോ നമ്മളിവിടെ എന്ത് എഴുതി വെക്കും? നമ്മളിവിടെ 4 എണ്ണമാണ് മിസ്സേ, 4 എന്ന് നമ്മൾ സൂപ്പറായിട്ട് എഴുതി വെക്കും അല്ലേ. നെക്സ്റ്റ് നോക്കിക്കോളൂ, ഇവിടെ ലോട്ടസുകൾ എത്ര എണ്ണമാണുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത ചോദ്യം. ലോട്ടസുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാ ഇത് 1, ഇത് 2, ഇത് 3, 4 ആൻഡ് 5, 5 എണ്ണമാണ് നമ്മുടെ ലോട്ടസ് ഉള്ളത്. സോ ഇവിടെ നേരെ ഇതിൻ്റെ നേരെയുള്ള ബോക്സിൽ നമ്മൾ 5 എന്ന് എഴുതി വെച്ചാൽ മതി. സെറ്റ് അല്ലേ? ഈസി പീസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ നമുക്കൊരു ചെമ്പരത്തി പൂ തന്നിട്ടുണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ദാ നിങ്ങൾക്ക് നേരെ കാണാം, ഈ ഒരു പിക്ചറിലെ ഈ ഒരു ചിത്രത്തിൽ വേറെ ചെമ്പരത്തി ഒന്നും കാണാനില്ല, ആകെ ഒരെണ്ണേ കാണാനുള്ളൂ. സോ യെസ്, നമുക്ക് ഒരൊറ്റ ചെമ്പരത്തി പൂവേ ഉള്ളൂ അല്ലേ. അതിനെ നമുക്ക് 1 എന്ന് കൊടുത്തു. ഇതാ ഈ ഒരു തെച്ചിപ്പൂക്കളുണ്ട് അല്ലേ, ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 2 എണ്ണമാണുള്ളത്, 2 എന്ന് പറയും. 2 യെസ്. ഇനി മഞ്ഞ കളറിലുള്ള പൂക്കൾ അതും കൂടെ എത്ര എണ്ണമാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 1, 2 ആൻഡ് 3, ഇത് 3 എണ്ണമാണുള്ളത്. സോ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? ഓരോ പൂക്കളും ടോട്ടൽ 1, 4 എണ്ണം, 5 എണ്ണം, 1 എണ്ണം, 2 എണ്ണം, 3 എണ്ണം. സോ കൗണ്ടിങ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ നല്ല പോലെ നിങ്ങൾ എണ്ണാൻ പഠിക്കുക, ഓരോ കാര്യങ്ങളും എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ എണ്ണി നോക്കാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തിലൂടെ എത്ര കാറുകൾ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് എണ്ണി നോക്കൂലേ. എത്ര കാറുകൾ ഇന്ന് പോയി, നിങ്ങളൊരു അരമണിക്കൂർ വീട്ടിൻ്റെ മുന്നിൽ ഇരുന്നോളൂ. ഇങ്ങനെ വെറുതെ ചായയൊക്കെ കുടിക്കാൻ നേരത്ത് നിങ്ങൾ എല്ലാവരും വീട്ടിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ടാവില്ലേ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തോ പുറത്തേക്ക് അച്ഛനും അമ്മയുടെ കൂടെ പുറത്തു പോകുന്ന സമയത്തോ എപ്പോഴെങ്കിലും വെറുതെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒന്ന് എണ്ണിയൊക്കെ നോക്കുക. എത്ര വൈറ്റ് കാർസ് പോകുന്നുണ്ട്, എത്ര ബ്ലാക്ക് കാർസ് പോകുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് എണ്ണി നോക്കുക. അപ്പോൾ നിങ്ങളുടെ കൗണ്ടിങ്ങും ഇതേ കൂടെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ആയിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. മറ്റൊന്നുമല്ല, ഇവിടെ ഒരു പൂ തന്നിട്ടുണ്ട്. ഈ പൂവിൻ്റെ നടുവിൽ എന്താടാ, ഒരു നമ്പർ തന്നിട്ടുണ്ട് കണ്ടോ, 2. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 ഇലകൾ നമുക്ക് വരച്ചു വെക്കണം. ഇവിടെ നമ്മൾ ഒരു ഇല വരച്ചു, അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2 ഇല വരച്ചു. ഇപ്പോൾ ഒരു ഫ്ലവർ തന്നിട്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള നമ്പർ എത്രയാണോ അത്രയും ലീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് വരച്ചു വെക്കണം. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ 2 എണ്ണം വരച്ചു വെച്ചല്ലോ. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ, 3 ലീവ്സ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. 3 ആണ് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള നമ്പർ. അപ്പോൾ നമ്മൾ 3 ലീവ്സ് വരയ്ക്കുമ്പോൾ എത്ര വരും? ദാ ഇവിടെ ഫസ്റ്റ് ലീഫ്, ഇവിടെ നമ്മുടെ സെക്കൻഡ് ലീഫ്, ഇവിടെ നമ്മുടെ തേർഡ് ലീഫിലെ അങ്ങനെ 3 ലീഫുകൾ വന്നു എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഞാനിതാ വയലറ്റ് ഒക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, പച്ച കളറൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ, 5 എണ്ണമാണ് വരയ്ക്കാനുള്ളത്, 5 ലീവ്സ് ആണ് വരയ്ക്കാനുള്ളത്. കാരണം എന്താണ്, ഇവിടെ ദാ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ 5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ 5 ലീവ്സ് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ, 5 ലീവ്സ്. ഇവിടെ 1, ഒരു ലീഫ് ഇവിടെ വന്നല്ലോ. ഇവിടെ 2, 2 എണ്ണം വന്നു, നമ്മൾ 2 ലീവ്സ് കിട്ടി. ഇവിടെ നമ്മൾ 3 കൊടുത്തു, ഇവിടെ 3 ലീവ്സ് വന്നു. ഇവിടെ നമ്മൾ 4 ലീവ്സ് കൊടുത്തു, ദാ 4 ലീവ്സ് വന്നു. ഇനിയോ ഒരു ലീഫും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു അല്ലേ. നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ദാ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി, നമുക്ക് അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ യെസ്, ഇതുപോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് നമ്മുടെ ലൈവിലൊക്കെ
ക്ലാസ്സിലൊക്കെ കൃത്യം 7:30 തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും കുറേ വീഡിയോസ് ആയിട്ട് എല്ലാ മിസ്സുമാരും വരുന്നതായിരിക്കും, എല്ലാ സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്തൊക്കെ നമ്മുടെ ലൈവും വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.